ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു ഹാർട്ട് ഷേപ്പുള്ള പില്ലോ ആണ്. ആദ്യം നമുക്കൊരു ഹാർട്ട് ഷേപ്പിലൊരു പേപ്പർ കട്ടിങ് എടുക്കാം. അതിനുശേഷം ആ പേപ്പർ കട്ടിങ്ങിൽ ആ സെയിം ഷേപ്പിൽ നമുക്കൊരു ക്ലോത്ത് എടുത്ത് വെട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടിത് വെട്ടിയെടുക്കാൻ പറ്റും. എന്നു വെച്ചാൽ 4 മടക്കിയിട്ട് ആ പേപ്പർ കട്ടിങ് അതിൻ്റെ പൊക്കത്തേക്ക് വെച്ച് കൊടുക്കുക. അതും ഹാഫായിട്ട് മടക്കണം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നേരെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നമുക്കൊരു ഹാർട്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, 2 പീസായിട്ട്. എന്നിട്ട് ഇതുപോലെ സൈഡൊന്ന് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഇത്രയും ഭാഗം ഒന്ന് വിട്ടു കൊടുക്കണം. ഇങ്ങനെ തയ്ക്കുക. ഇപ്പോൾ കണ്ടോ, ഇത്രയും ഭാഗം നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് മറിച്ചെടുക്കുക. അതിനകത്തൂടെ ആ ഹോളിൽ കൂടെ നമുക്ക് മറിച്ചെടുക്കുക. ഇതൊന്ന് ഇപ്പോൾ നമുക്കിതൊരു ഹാർട്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെട്ടു തുണികൾ, നമുക്ക് വേസ്റ്റായിട്ടിരിക്കുന്ന തുണി മുറിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പഞ്ഞുള്ളവർക്ക് പഞ്ഞിയും ഇടാം. അല്ലാത്തവർ പഴയ ഏതെങ്കിലും വേസ്റ്റ് തുണികളുണ്ടെങ്കിൽ ആ തുണി എടുത്ത് ഈ പില്ലോ ഇതിനകത്തോട്ട് ഇടാം. അങ്ങനെ നമ്മുടെ പില്ലോ റെഡി ആയിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പിൽ പില്ലോ ആയിട്ടുണ്ട്. തയ്യൽ വിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇത്രയും ഭാഗം ഒന്ന് അടിക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഇടാനൊരു കവറാണ് തയ്ക്കേണ്ടത്. നല്ലൊരു ഭംഗിയുള്ളൊരു കവർ തയ്ക്കാം. ഇപ്പം ഞാനിവിടെ ഒരു നീളമുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് വീതിയാണ് ഈ തുണിക്ക് എടുത്തേക്കുന്നത്. നീളം നമ്മൾ എടുക്കുന്ന ഹാർട്ട് ഷേപ്പിൻ്റെ അനുസരിച്ച് നമ്മളിതിപ്പോൾ ഞൊറി ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ കുറേ നീളത്തിലെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡൊന്ന് അടിച്ചു കൊടുക്കുക. ഈ ഞൊറിയൊന്ന് ഞാൻ കാണിക്കാം. 1 by 1 ആയിട്ട് ഈ ഞൊറി എടുക്കുക. എന്നിട്ട് തയ്ച്ചെടുക്കാം. പയ്യെ ഇതെടുക്കാൻ പറ്റുള്ളൂ. പയ്യെ വേണം ഇത് ചെയ്തെടുക്കാൻ. നല്ല ടൈം എടുക്കും. എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ഇച്ചിരി സ്പീഡിലൊക്കെ ചെയ്യാം. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ടൈം എടുക്കും ഈ ഞൊറി എടുത്ത് വരാനായിട്ട്.
നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടിങ്ങാണിത്. ഈ കട്ടിങ് വെച്ച് നമ്മളിത് ഒരു ഹാർട്ട് ഷേപ്പിൽ ഞാനിവിടെ ഒരു ക്ലോത്ത് വെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കവറ്. അതിലേക്ക് അടിച്ച് വെച്ച തുണി ഇങ്ങനെ എടുത്ത് വെക്കുക. ഈ ഹാർട്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നു. ഇതിങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് മെഷീനിൽ അടിച്ചെടുക്കാം. ദേ ഇപ്പോൾ ഈ കറക്റ്റ് ഷേപ്പിൽ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മറ്റേ പീസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ദേ ഈ സൈഡും കൂടെ ഫുൾ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. കറക്റ്റായിട്ട് ആ സൈഡ് ചേർത്തൊന്ന് അടിച്ചു കൊടുക്കാം. പില്ലോ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പില്ലോ കവറിനകത്തോട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പില്ലോ ഇടാം. കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. തയ്ക്കാത്ത ഭാഗം ഒന്ന് കറക്റ്റായിട്ട് തയ്ച്ചു കൊടുക്കാം. പില്ലോ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.